ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ലവ് അക്രോസ് ടൈം എന്ന ഫാന്റസി ഫീൽ ഗുഡ് മൂവിയാണ്. രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നായകനും നായികയും അവർ യാദൃശ്ചികമായി പരസ്പരം കണ്ടുമുട്ടുന്നു, ശേഷം പ്രണയത്തിലാകുന്നു. ഇത്തരത്തിലുള്ള ഫാന്റസി ടൈം ട്രാവൽ ലവ് സ്റ്റോറീസ് ഒരുപാടുണ്ട്. ഇതും അത്തരത്തിലൊരു ഫാന്റസി ടൈം ട്രാവൽ ലവ് സ്റ്റോറിയാണ്. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കൊട്ടാരം. എന്നാൽ ഇന്നത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കാശില്ലാതെ ബാങ്കിൽ ലേലത്തിന് വെക്കുവാൻ തീരുമാനിക്കുന്നു. ആ കൊട്ടാരത്തിന്റെ വില നിശ്ചയിക്കുവാനും വിൽപ്പന നടത്തുവാനുമായി അവിടേക്ക് എത്തുന്ന നായിക. ആ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് യാദൃശ്ചികമായി 200 വർഷം മുന്നേ അവിടെ ജീവിച്ചിരുന്ന ഒരു രാജാവിനെ അവൾ കണ്ടുമുട്ടുന്നു. സാധാരണമായ ഒരു കണ്ണാടിയിലൂടെ അവർ പരസ്പരം കണ്ട് പരിചയപ്പെടുന്നു. ഒരു സാഹചര്യത്തിൽ ആ രാജകുമാരൻ കണ്ണാടി വിട്ട് പുറത്തേക്കിറങ്ങുന്നു. ശേഷം കുറച്ച് ദിവസങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രണയവും ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നതാണ് സിനിമയുടെ കഥ. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. സിനിമയുടെ തുടക്കത്തിൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന നായികയെ കാണിക്കുന്നു. നായികയുടെ പേര് ജെൽസി. അവൾ അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു രാജകൊട്ടാരത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു. ജെൽസിയെ സഹായിക്കുവാനായി അവിടേക്ക് ഒരു ലേഡി എത്തുന്നു. വസ്തുവിൽപ്പനകൾക്ക് സഹായിക്കുന്ന ഒരു ലാൻഡ് ബ്രോക്കറാണ് അവർ പരസ്പരം സംസാരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നു. തന്റെ കാമുകനോടൊപ്പം അവിടേക്ക് വരുവാനായിരുന്നു ജെൽസി പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ യാത്രയ്ക്ക് മുന്നേ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ അവർ പിരിയാൻ തീരുമാനിക്കുന്നു. ജെൽസിയും ലാൻഡ് ബ്രോക്കറും കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ലാൻഡ് ബ്രോക്കർ ജെൽസിക്ക് ക്വിന്നിനെ പരിചയപ്പെടുത്തുന്നു. ഒരുപാട് വർഷങ്ങളായി ക്വിന്നാണ് ആ കൊട്ടാരത്തിലെ കാര്യങ്ങൾ നോക്കുന്നത്. ജെൽസി ആ കൊട്ടാരം ചുറ്റി നടന്ന് കാണുന്നു. കാഴ്ചകൾ കണ്ട് ജെൽസി ബേസ്മെന്റിലേക്ക് എത്തുന്നു. ഈ സമയം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. ഉള്ളിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നതായി ജെൽസിക്ക് തോന്നുന്നു. അവൾ ഒരു പേടിയോടെ അവിടെ നിന്നും കിട്ടിയ ഒരു പാനുമായി ശബ്ദം കേട്ട ദിശയിലേക്ക് പോകുന്നു. അവിടെ ഒരു കണ്ണാടി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ കണ്ണാടി ഒരു പ്രത്യേക രീതിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കവേ കണ്ണാടിക്കുള്ളിൽ ഒരാളിനെ കാണുന്നു. വളരെ വ്യത്യസ്തമായ വേഷം ധരിച്ച അയാളെ കണ്ടതും അവൾ ഞെട്ടുന്നു. അവൾ അയാളോട് ആരാണെന്ന് ചോദിക്കുന്നു. ജെൽസിയെ കണ്ടതും അയാൾക്കും കൗതുകം തോന്നുന്നു. അയാൾ കണ്ണാടിയുടെ പിൻവശത്തേക്ക് പോയി അവളെ നോക്കുന്നു. ജെൽസിയും അതുപോലെ തന്നെ കണ്ണാടിയുടെ പിന്നിലേക്ക് പോയി നോക്കുന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം കണ്ണാടി വഴിയാണ് ഇരുവരും സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അയാൾ ജെൽസിയെ നോക്കി കൗതുകത്തോടെ നീ കണ്ണാടിയിലെ ഭൂതമാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങളെ കണ്ടാൽ പ്രേതത്തെ പോലെ ഉണ്ട് എന്ന് അവൾ തിരിച്ചു മറുപടി പറയുന്നു. തന്റെ പേര് ചാർലസ്, അദ്ദേഹമാണ് അവിടുത്തെ 4ാമത്തെ രാജകുമാരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന ജെൽസി ഷോക്കാകുന്നു. ശേഷം അതേതാണ് വർഷം എന്ന് ചോദിക്കുന്നു. 1799 എന്ന് രാജകുമാരൻ മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന ജെൽസി അദ്ദേഹത്തെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് രാജകുമാരൻ ജെൽസിയും വ്യത്യസ്തമായ ഒരു വേഷമാണ് ധരിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. അയാൾ അവളോടും ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു. അവൾ 2025 എന്ന് മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന രാജകുമാരനും ഞെട്ടുന്നു. രണ്ടുപേർക്കും അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ശേഷം ഇരുവരും കണ്ണാടിയിലൂടെ തൊട്ടുനോക്കുന്നു. രണ്ടുപേരുടെയും കൈപ്പത്തികൾ ചേർന്ന സമയം ഇരുവർക്കും ഷോക്ക് ഏറ്റതുപോലെ ഫീൽ ചെയ്യുന്നു. ഈ സമയം അദ്ദേഹത്തിനെ അവിടെ ആരോ വിളിക്കുന്നു. പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. ജെൽസിക്ക് അവിടെ നടന്നതൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. 200 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരാളിനോട് എങ്ങനെ സംസാരിക്കുവാൻ കഴിയും? ആ ചോദ്യം അവളെ വല്ലാതെ അലട്ടുന്നു. തന്നെ പറ്റിക്കുവാനായി ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് അവൾ സംശയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ കണ്ണാടിയിൽ അവളുടെ മുഖം തന്നെയാണ് കാണുന്നത്. ഒരു നിമിഷത്തേക്ക് എല്ലാം സ്വപ്നമാണോ എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അവൾ കണ്ണാടിയുടെ ചുറ്റും നടന്ന് ചാർലസ് എന്ന് വിളിക്കുന്നു. എന്നാൽ മറുപടി ഒന്നും തന്നെ വരുന്നില്ല. അവൾ രാത്രി വരെ കാത്തിരുന്ന ശേഷം ബേസ്മെന്റിലേക്ക് വീണ്ടും പോകുന്നു. ഈ സമയം കണ്ണാടിയിലൂടെ അവൾക്ക് ചാർലസിനെ കാണുവാൻ കഴിയുന്നു. ഇരുവരും എന്താണ് നടക്കുന്നത് എന്ന ആശയക്കുഴപ്പത്തിലാണ്. പതിയെ പതിയെ അവർ പരസ്പരം പരിചയപ്പെടുവാൻ ആരംഭിക്കുന്നു. തന്റെ കാലത്തിൽ നിന്നും പുതിയ കാലത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ കേട്ട് രാജകുമാരൻ ഞെട്ടുന്നു. കാലങ്ങൾക്കിപ്പുറം മനുഷ്യൻ പറക്കുവാനും ദീർഘദൂരം നിമിഷങ്ങൾ കൊണ്ട് സഞ്ചരിക്കുവാനും തുടങ്ങിയിരിക്കുന്നു. ജെൽസി പറയുന്ന മാറ്റങ്ങൾ വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ചാർലസ് കേട്ടിരിക്കുന്നു. സംസാരത്തിനിടയിൽ ചാർലസ് ജെൽസിക്ക് കഴിക്കുവാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നു. ബിസ്ക്കറ്റ് കഴിച്ചു തുടങ്ങിയതും അതിന് നല്ല രുചിയുണ്ടെന്ന് അവൾ പറയുന്നു. ഈ സമയം അവൾ ശ്വാസം മുട്ടി താഴേക്ക് വീഴുന്നു. ബിസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന നട്ട്സ് കഴിച്ചതിനാലാണ് അങ്ങനെ സംഭവിച്ചത്. കാരണം ജെൽസിക്ക് നട്ട്സ് അലർജിയാണ്. ഇത് കണ്ട് പേടിച്ച ചാർലസ് കണ്ണാടി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. തന്റെ മെഡിസിൻ ഇരിക്കുന്ന സ്ഥലം ജെൽസി ചാർലസിനോട് പറയുന്നു. ചാർലസ് ഒരു ബാഗും എടുത്ത് അവിടേക്ക് വരുന്നു. ബാഗിൽ നിന്നും അലർജിക്കുള്ള ഇഞ്ചക്ഷൻ എടുത്ത് അവൾ ശരീരത്തിലേക്ക് കുത്തുന്നു. ജെൽസി പതിയെ പതിയെ ആരോഗ്യനില വീണ്ടെടുക്കുന്നു. ക്ഷീണത്തിൽ തലചായ്ച്ച് അവൾ അവിടെ കിടന്നുറങ്ങുന്നു. ചാർലസ് ജെൽസിയുടെ സമീപം തന്നെ ഇരിക്കുന്നു. അധികം വൈകാതെ അയാളും ഉറങ്ങിപ്പോകുന്നു. നേരം പുലർന്നതും ജെൽസി ഉറക്കമുണരുന്നു. തന്റെ സമീപം ഇരിക്കുന്ന ചാർലസിനെ കണ്ട് അവൾ ഞെട്ടുന്നു. അതിനുള്ളിൽ തന്നെ കണ്ണാടി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആയിരുന്നു. ജെൽസി ചാർലസിനെ വിളിച്ചുണർത്തുന്നു.
ചാർലസ് ഇപ്പോൾ എങ്ങനെ തിരികെ പോകുമെന്ന് ജെൽസി ചോദിക്കുന്നു. രാത്രിയാകും വരെ കാത്തിരിക്കാമെന്ന് ചാർലസ് പറയുന്നു. ജെൽസി ചാർലസിനെ കൂട്ടി അവിടെ നിന്നും പോകുന്നു. ശേഷം അവർ ഇരുവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. ഇതിനിടയിൽ ബ്രോക്കർ വിളിച്ച് ജെൽസി പുറത്തേക്ക് പോകുന്നു. കൊട്ടാരം വിൽക്കാനുള്ള പുതിയ സാധ്യതകളെ പറ്റിയാണ് ബ്രോക്കർ ജെൽസിയോട് പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ജെൽസിക്ക് എന്തോ വിഷമമാകുന്നു. കാരണം അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് വീണ്ടും ചാർലസിനെ ഒരിക്കലും കാണുവാൻ കഴിയില്ല. കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ ജെൽസി രാത്രിയിൽ ചാർലസിനെ കൂട്ടി ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ ഒരുപാട് സമയം അവർ അവിടെ കാത്തുനിന്നെങ്കിലും കണ്ണാടിയിൽ മാറ്റമുണ്ടാകുന്നില്ല. ചാർലസ് ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. അടുത്ത ദിവസം രാത്രി വരെ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ച് അവർ തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ജെൽസി ചാർലസിന് ധരിക്കുവാനായി പുതിയൊരു വസ്ത്രം കൊടുക്കുന്നു. അത്ര പുതുമയുള്ള ഒരു വസ്ത്രം ചാർലസ് ആദ്യമായാണ് കാണുന്നത്. ചാർലസ് വസ്ത്രം മാറുന്ന സമയം ജെൽസി ചാർലസിനെ പറ്റി വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുന്നു. ചാർലസ് തീപിടുത്തം കാരണമുണ്ടായ വിപത്തിലാണ് മരണപ്പെട്ടതെന്ന് അതിൽ എഴുതിയിരിക്കുന്നു. ചാർലസ് അവിടെ നിന്നും തിരികെ പോയാൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ജീവിക്കൂ എന്ന് ജെൽസി മനസ്സിലാക്കുന്നു. ജെൽസി അതിനെപ്പറ്റി ചാർലസിനോട് ഒന്നും പറയുന്നില്ല. എന്നാൽ അന്നും കണ്ണാടിയിലൂടെ പോകുവാൻ ചാർലസിന് കഴിയുന്നില്ല. ജെൽസി ഇതിനെപ്പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന് നെറ്റിൽ കാണിക്കുന്നു. അടുത്ത പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ മാത്രമേ ചാർലസിന് തിരികെ പോകുവാൻ കഴിയൂ എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അടുത്ത ദിവസം വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ബ്രോക്കർ ജെൽസിയെ വിളിക്കുന്നു. ശേഷം ഒരു ക്ലയന്റിനെ കൂട്ടി ബ്രോക്കർ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ചാർലസ് ഈ സമയം അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അബദ്ധവശാൽ ക്വിന്നിനെ കാണുന്നു. എന്തിനാണിങ്ങനെ മറഞ്ഞു നടക്കുന്നതെന്ന് ചാർലസിനോട് ചോദിക്കുന്നു. ഉള്ളിൽ രണ്ടുപേർ വന്നിരുന്നു. അവരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് ചാർലസ് മറഞ്ഞു നടക്കുന്നതെന്ന് സത്യം പറയുന്നു. ഇത് കേൾക്കുന്ന ക്വിൻ ചാർലസ് ജെൽസിയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് തിരികെ എത്തിയ ജെൽസിയെ കാണാൻ ചാർലസ് എത്തുന്നു. ബ്രോക്കർ ക്ലയന്റിനോട് കൊട്ടാരത്തിന്റെ വിൽപ്പനയെപ്പറ്റി പറഞ്ഞ കാര്യം ചാർലസ് ജെൽസിയോട് ചോദിക്കുന്നു. ജെൽസി ആ കൊട്ടാരം വിൽപ്പന നടത്താനാണ് അവിടേക്ക് എത്തിയതെന്ന് ചാർലസിനോട് പറയുന്നു. കൊട്ടാരം വാങ്ങാനെത്തിയ ക്ലൈഡ് അത് പൊളിക്കുവാൻ തീരുമാനിച്ച വിവരം ചാർലസിന് മനസ്സിലാകുന്നു. അത് തടയുവാൻ കഴിയുമോ എന്ന് ചാർലസ് ജെൽസിയോട് ചോദിക്കുന്നു. ചാർലസിന്റെ വിഷമം കണ്ട ജെൽസി ഒരു വഴിയുണ്ടെന്ന് പറയുന്നു. ജെൽസി ചാർലസിനെ കൂട്ടി അടുത്ത ദിവസം ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ചരിത്രപരമായ വസ്തുക്കളും ബിൽഡിംഗ്സും സംരക്ഷിക്കുന്ന ഏജൻസിയിലേക്കാണ് അവർ പോയത്. എന്നാൽ 200 വർഷം മാത്രം പഴക്കമുള്ള കൊട്ടാരം ആ വിലയ്ക്ക് വാങ്ങി സംരക്ഷിക്കുവാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം ചാർലസ് ജെൽസിയെ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിൽ ഒരു സ്ഥലത്ത് വെച്ചാണ് ചാർലസ് മരിക്കാൻ പോകുന്നതെന്ന് ജെൽസി മനസ്സിലാക്കുന്നു. ജെൽസി ചാർലസിനോട് തന്റെ മരണത്തെപ്പറ്റി പറയുന്നു. ശേഷം ജെൽസി ചാർലസിന്റെ കല്ലറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കല്ലറയിൽ ഇൻ ദ മെമ്മറി ഓഫ് ചാർലസ് എന്ന് എഴുതിയിരിക്കുന്ന വിഷയം ചാർലസ് ശ്രദ്ധിക്കുന്നു. ശരീരമില്ലാതെ വേണ്ടപ്പെട്ട വസ്തുക്കൾ വെച്ച് അടക്കം ചെയ്യുന്നതിനാണ് ഇൻ ദ മെമ്മറി ഓഫ് എന്ന് ചാർലസ് പറയുന്നു. ഒരുപക്ഷെ തീപിടുത്തത്തിൽ ശരീരം കിട്ടാത്തതിനാലായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന് ജെൽസി പറയുന്നു. ചാർലസ് എന്തോ ആലോചിച്ച് നിൽക്കുന്നു. ജെൽസി എന്താണെന്ന് ചാർലസിനോട് ചോദിക്കുന്നു. താൻ തിരിച്ചു പോയാൽ ഉറപ്പായും തീപിടുത്തത്തിന് മുന്നേ അവിടെയുള്ളവരെ രക്ഷിക്കുമെന്ന് ചാർലസ് പറയുന്നു. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം തന്റെ മരണമെന്ന് ജെൽസി പറയുന്നു. ശേഷം അവർ ആഹാരം കഴിക്കുവാനായി റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജെൽസി തനിക്ക് ബ്രേക്കപ്പ് ആയ വിവരങ്ങളെ പറ്റിയൊക്കെ ചാർലസിനോട് പറയുന്നു. ചാർലസിനും ജെൽസിക്കും അതിനോടകം തന്നെ പരസ്പരം പ്രണയം തോന്നിയിരുന്നു. ഒരുപക്ഷെ താൻ തിരിച്ചു പോയാലും കൊട്ടാരം വാങ്ങിക്കുന്ന ക്ലയന്റ് അത് പൊളിക്കും. ശേഷം തങ്ങൾക്ക് കാണാനോ സംസാരിക്കുവാനോ അവസരങ്ങൾ ഉണ്ടാകില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ചരിത്രപരമായ വിവരങ്ങൾ അനുസരിച്ച് ചാർലസ് ഉടൻ തന്നെ മരണപ്പെടും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പരസ്പരം പ്രണയം പങ്കുവെക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നുന്നു. അടുത്ത ദിവസം പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തമ്മിൽ പിരിയാൻ പോകുന്ന വിഷമത്തിൽ അവരിരുവരും ബേസ്മെന്റിലേക്ക് എത്തുന്നു. തന്റെ പ്രണയം പങ്കുവെച്ച ശേഷം ചാർലസ് തിരികെ കണ്ണാടിയിലേക്ക് പോകുന്നു. ചാർലസ് തിരികെ പോയെങ്കിലും ജെൽസിക്ക് ചാർലസിന്റെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും അവനെ പ്രതീക്ഷിച്ച് അവൾ കണ്ണാടിയുടെ മുന്നിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലേക്ക് ജെൽസിയെ അന്വേഷിച്ച് ഒരാൾ വരുന്നു. അയാൾ വളരെ പഴയൊരു ബാങ്കിന്റെ പ്രവർത്തകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ചാർലസ് നാലാമൻ മരിക്കുന്നതിന് മുന്നേ ഒരു കത്തെഴുതിയിരുന്നു. അത് 2025-ൽ ജെൽസി എന്ന പെൺകുട്ടിക്ക് കൈമാറണമെന്ന് എഴുതപ്പെട്ടിരുന്നു. എന്നാൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് ഇത്ര കാലവും അവർ കുഴപ്പത്തിലായിരുന്നു. ആശ്ചര്യമെന്നോണം ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന ദിവസം കൊട്ടാരത്തിൽ ജെൽസി ഉണ്ടായിരുന്നു. കത്തിൽ അദ്ദേഹം ജെൽസിയുടെ പേരിൽ 1000 പൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത് ഡെപ്പോസിറ്റ് ചെയ്യുവാനുള്ള യാത്രയിലായിരുന്നതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണുവാൻ കഴിയില്ല എന്നും അതിൽ എഴുതിയിരുന്നു. ആ പണം ഉപയോഗിച്ച് കൊട്ടാരം വീണ്ടെടുക്കണമെന്ന് ചാർലസ് കത്തിൽ പറഞ്ഞിരിക്കുന്നു. 200 വർഷങ്ങൾക്ക് മുന്നേ ചാർലസ് ഡെപ്പോസിറ്റ് ചെയ്ത 1000 പൗണ്ടിന് ഇന്ന് 243 ബില്യൺ പൗണ്ട് വാല്യൂ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ജെൽസി ചാർലസിന്റെ ആഗ്രഹപ്രകാരം കൊട്ടാരം വീണ്ടെടുക്കുന്നു. ശേഷം പൂർണ്ണചന്ദ്രനുള്ള മറ്റൊരു രാത്രിയിൽ ജെൽസി ചാർലസിനെ പ്രതീക്ഷിച്ച് കണ്ണാടിയുടെ മുന്നിലേക്ക് പോകുന്നു. എന്നാൽ അവൾക്ക് നിരാശയായിരുന്നു ബലം. ചാർലസിന്റെ മരണം സൂചിപ്പിച്ചിരുന്ന ദിവസം കഴിഞ്ഞിരുന്നു. തന്റെ കാത്തിരിപ്പിന് ഇനി ബലമുണ്ടാകില്ല എന്ന് ജെൽസിക്ക് മനസ്സിലാകുന്നു. അന്ന് പകൽ ഒരു ശബ്ദം കേട്ട് അവൾ ബേസ്മെന്റിലേക്ക് എത്തുന്നു.
അവളെ ഞെട്ടിച്ചുകൊണ്ട് ചാർലിസ് അവിടേക്ക് എത്തുന്നു. താൻ തീപിടുത്തത്തിൽ നിന്നും അവിടുത്തെ തൊഴിലാളികളെ രക്ഷിച്ചു എന്ന് ചാർലിസ് പറയുന്നു. കാലം തീരുമാനിച്ചതൊന്നും തന്നെ കൊണ്ട് മാറ്റുവാൻ കഴിയില്ല. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് താൻ മരണപ്പെട്ടു. തന്റെ അമ്മയെ അവസാനമായി ഒന്ന് കണ്ട ശേഷം താൻ തിരികെ എത്തിയിരിക്കുന്നുവെന്ന് ജെൽസിയോട് പറയുന്നു. വരും വഴി കണ്ണാടി ഉടഞ്ഞതിനാൽ ഇനിയൊന്നും മാറില്ല എന്ന് അവളോട് പറയുന്നു. ശേഷം അവർ ഇരുവരും ആ കൊട്ടാരത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് പടം അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.